കനകം കനകം என்னம்மா இங்க வா. எதுக்கு? இங்க வா நீ. ദാ ഇത് വെച്ചോ. ഇതെതുക്ക്? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ നിനക്കെന്തോ പൈസയ്ക്ക് ആവശ്യമുണ്ട്, നാട്ടിലോട്ടെന്തോ അയച്ചു കൊടുക്കണമെന്നൊക്കെ. വെച്ചോ. അന്നേരം എൻ്റെ ഉണ്ടായിരുന്നില്ല. ஐயோ அப்பா இருந்தது இப்ப தேவையில்லை, நீங்க வச்சுக்கோங்க. കുഴപ്പമില്ലടി, നീ വെച്ചോ. அம்மா எனக்கு இப்ப தேவையில்லம்மா, நீங்க வச்சுக்கோங்க. എടി നിനക്ക് കാശ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉമേഷിനോട് പൈസ കൊണ്ട് തരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമേഷ് കൊണ്ട് തന്നെ. നീ ഇന്നത് വെച്ചോ, കുഴപ്പമില്ല. ஐயோ இந்த காசு தரத்துக்கா உமேஷ் அண்ணா அங்க இருந்து வந்தாரு? അതെ. என்னம்மா இது? அப்ப தேவையா இருந்தது, இப்ப எனக்கு தேவையில்லை, அதனால நீங்க வச்சுக்கோங்க. ഇത് നിന്റെ കാശ് തന്നെ, ഇത് നീ വെച്ചോ. அம்மா அப்ப எனக்கு தேவையா இருந்தது, அதனால நான் சந்தனமாரிட்ட சொல்லி அரேஞ்ச் பண்ணி கொடுத்துட்டேன். இப்ப எனக்கு இது தேவையில்லை, அதனால நீங்களே வச்சுக்கோங்க. നീ സന്തനമാരിയോട് മേടിച്ച് പൈസ കൊടുത്തോ? ஆமா கொடுத்துட்டேன். എന്നിട്ടെന്താ നീ ആ വിവരം എന്നോട് പറയാതിരുന്നത്? நீங்க என்கிட்ட கேட்கவே இல்லையே. ഓ, ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നീ എന്നോട് പറയാറുള്ളൂ. നീ അല്ലാതെ ഒന്നും എന്നോട് മിണ്ടാറില്ല. என்னம்மா இது இப்படி எல்லாம் சொல்றீங்க? தேவையா இருந்தது, நான் வாங்கி கொடுத்துட்டேன், அவ்வளவுதான். അപ്പൊ നിനക്ക് ഈ കാശ് വേണ്ടേ? വേണ്ടാം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും കാശ് വേണ്ടെങ്കിൽ എനിക്ക് തന്നെ. നീ കുറെ ആവശ്യങ്ങളുണ്ട്. പോ കൊച്ചേ അവിടുന്ന്. കനകം, ഇത് നീ നിന്റെ കൈ വെച്ചോ. ഇപ്പം നിനക്ക് ആവശ്യമില്ലെങ്കിലും പിന്നീട് നിനക്ക് ആവശ്യം വരുമല്ലോ. അപ്പൊ നമ്മുടെ ഈ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് നിനക്ക് അന്നേരം ഉപയോഗിക്കാം. വെച്ചോ. அம்மா எனக்கு தேவை வரும்போது நான் உங்கள்கிட்ட கேக்குறேன். இப்ப இந்த காசு எனக்கு தேவையில்லை, நீங்களே வச்சுக்கோங்க. അതെന്താ നിനക്ക് വേണ്ടാത്തത്? ഇത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ ഉമേഷ് അവിടുന്ന് പൈസ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അപ്പൊ നീ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? അവൻ വണ്ടിക്കൂലി ചെലവാക്കിയാലും ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോ ഞാൻ ചമ്മിപ്പോയില്ലേ? அம்மா தேவை வரும்போது நான் உங்கள்கிட்ட கேக்குறேன், இப்ப எனக்கு வேண்டாம். അല്ലെങ്കിലും എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. നീയും അതിന്റെ കൂടെ കൂടിക്കോ. என்னது? ആന്റിക്ക് പൈസ വാങ്ങിച്ചൂടായിരുന്നോ? എതുക്ക് പാറു? നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് അൽഫാമും കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് വരായിരുന്നു. பாரு, பைசா தேவையான விஷயத்துக்கு மட்டும்தான் செலவு பண்ணணும், தேவையில்லாம நாம வாங்கி வைக்க கூடாது. ആന്റി, ഇപ്പൊ എന്തോ നടക്കാൻ പോകുന്നതെന്ന് അറിയോ? என்ன? ഈ പേരും പറഞ്ഞ അമ്മൂമ്മ കനകാന്റെ അടുത്ത് പിണങ്ങും. அப்படியெல்லாம் பண்ண மாட்டாங்க. നമുക്ക് നോക്കാം. சண்டை போடுவாங்களோ? നോക്കാം. സാധാരണ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതാവുമ്പോഴാണ് വഴക്കിടുന്നത്. ഇതിപ്പോ കാശ് വാങ്ങിക്കാത്തതിന് വഴക്കിട്ട് പോവാ. നമ്മുടെ അമ്മൂമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ആന്റി. அம்மா சீரை கட் பண்றீங்களா? அம்மா எங்க ஊர்ல இந்த சீரா வச்சுட்டு தேங்காய் எல்லாம் போட்டு ஜீரகம் எல்லாம் போட்டு ஒரு குழம்பா வைக்கும். நமக்கு அப்படி வைக்கலாமா? நான் கட் பண்றேன், கொடுங்க. വേണ്ട, ഞാൻ ചെയ്തോളാം. என்னம்மா அப்படி ஒரு பேச்சு? நான் பண்றேம்மா. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിത് ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്തോളാം. அம்மா என்னம்மா கோவப்படுறீங்க? ഞാൻ കോവപ്പെട്ട നിനക്കെന്താ? அம்மா நான் காசு வாங்காதனால தான் கோவப்படுறீங்களா? നീ കാശ് മേടിക്കാത്തോണ്ട് കോവപ്പെട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ കാശ് മേടിച്ചാൽ എനിക്കെന്തോ, മേടിച്ചില്ല എനിക്കെന്തോ, എനിക്കൊന്നുമില്ല. അമ്മൂമ്മ ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം? ഇവിടെ എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ വെട്ടി കണ്ടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പൊക്കോണം. അമ്മൂമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ആന്റി, ഇനിയും അമ്മൂമ്മ പിടിച്ചാ കിട്ടൂല. പാറു, നിന്റെ നാക്ക് വെട്ടി ഞാൻ അച്ചാറിട്ട് വെക്കും. ഹായ് നാക്കച്ചാർ. നാക്ക് വെട്ടി അച്ചാർ ഇട്ട് കഴിഞ്ഞാലേ അത് കഴിക്കാൻ വേണ്ടി നാക്ക് വേണ്ടി. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും മിണ്ടിയാലേ ശരിയാവത്തില്ല. ചിലരെ ഇവിടെ ചീര വെച്ച് എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല, ഉണ്ടാക്കിയില്ലല്ലോ എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. ഇപ്പൊ എന്തായി? അമ്മൂമ്മ ഈ പേരിൽ വഴക്കുണ്ടാക്കുന്നത് പറഞ്ഞല്ലേ? അയ്യോ, ഇനി എന്നെ ചെയ്യും പാറു? ഇനി ഒന്നും ചെയ്യാനില്ല.